ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ ഒരു 1.5 വർഷത്തെ പ്ലാനിങ് ആട്ടോ ഇന്ന് നടക്കാൻ പോകുന്നത്. ഇഷ ആദിയോഗി യോഗ സെൻറ്ററിലേക്ക് പോവുകയാണ്. കുറേ കാലമായി ഇത് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫാമിലി ആയിട്ട് പ്ലാൻ ചെയ്യും, എൻ്റെ പഴയ ഓഫീസിലെ ഫ്രണ്ട്സായിട്ട് പ്ലാൻ ചെയ്യും, പിന്നെ ഇപ്പം ഫെഡറൽ ബാങ്കിൽ കയറി കഴിഞ്ഞാൽ ഇവിടുത്തെ ഫ്രണ്ട്സായിട്ട് പ്ലാൻ ചെയ്യും. പ്ലാനിങ് ആണ്, നടക്കുന്നേ ഇല്ല. അങ്ങനെ ഒരു 1.5 വർഷത്തെ പ്ലാനിങ്ങിന് ശേഷം ഞാൻ സോളോ ആയിട്ട് പോവുകയാണ് ആദിയോഗിയിലേക്ക്. ഇവിടുന്ന് നമ്മൾ നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ട്രെയിൻ കയറുന്നത്. രാത്രി ട്രെയിൻ കയറുന്ന സമയത്ത് ട്രെയിനൊക്കെ കുറേ ഉണ്ട് കേട്ടോ. ഒരു 1.5 മണിക്കൂർ 1 മണിക്കൂർ കൂടുമ്പോൾ കുറേ ട്രെയിൻ വരാനുണ്ട്. ജസ്റ്റ് നമ്മൾ ടിക്കറ്റ് എടുത്ത് വെയിറ്റ് ചെയ്താൽ മതി. നെക്സ്റ്റ് ട്രെയിൻ എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് കുറേ ട്രെയിൻ ഉണ്ട്. ട്രെയിനിലൊരു 4.5 മണിക്കൂറാണ് ഇവിടെ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ളത്. ഇവിടെ എത്തിക്കഴിഞ്ഞ് എന്നിട്ട് നമുക്കിവിടെ AC വെയിറ്റിംഗ് ഹാൾ ഉണ്ട്. നമ്മൾ രാത്രി കയറി കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോൾ ഇവിടെ എത്തും. എനിക്ക് നല്ല വിശക്കുന്നുണ്ടായിട്ടോ ഇവിടെ വന്ന പാടെ. അപ്പോൾ തന്നെ ഞാൻ ഇവിടെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു ബോച്ചയുടെ ഫുഡ് എക്സ്പ്രസ് ആണ് കണ്ടത്. എനിക്ക് ഈ ആംബിയൻസ് നല്ല ഇഷ്ടപ്പെട്ടു. ഒരു ട്രെയിനിൻ്റെ ബോഗി പോലെയാണ് അവർ റെസ്റ്റോറൻറ്റ് മേക്ക് ചെയ്തിരിക്കുന്നത്. ഞാൻ ഇവിടുന്ന് ഒരു ഫ്രൈഡ് റൈസാണ് കഴിച്ചത്. എനിക്ക് ഇവിടുത്തെ ആംബിയൻസ് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു. ഇവിടെ 50% ഓഫാണ്. രാത്രി 11 മണി ടു രാവിലെ 11 മണി വരെ നമ്മൾ ഫുഡ് മുഴുവൻ കഴിച്ചു കഴിഞ്ഞാൽ 50% എമൗണ്ട് കൊടുത്താൽ മതി. ഇവിടെ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ 25 രൂപയാണ് 1 അവർ AC വെയിറ്റിംഗ് ഹാളിൽ. അവിടെ ഡ്രസ് ചേഞ്ച് ചെയ്ത് റെഡി ആയിട്ട് ആദ്യം പോയത് അവിടെ മുമ്പ് തന്നെയുള്ള ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് കയറി കഴിഞ്ഞാൽ നിയറസ്റ്റ് ബസ് സ്റ്റാൻഡായിട്ടുള്ള ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിലാണ് എത്തുന്നത്. ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിൽ നിന്നാണ് നമുക്ക് 14D ബസ്സാണ് കയറാനുള്ളത് ഇഷ ആദിയോഗിയിലേക്ക്. ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി ഇഷ യോഗ സെൻറ്ററിലേക്കുള്ള ബസ് ടൈമിംഗ് ഒക്കെ. നമുക്ക് ഇവിടുന്ന് ഈ ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് കയറാനും തിരിച്ചു വരാനും ഉള്ള ബസ് ടൈമൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടുന്നതാണ്. ടൈമിങ്ങിനാണ് ബസ് ഉള്ളത്. അതുപോലെ തന്നെ ബസ് വന്നാൽ ചാടി കയറിക്കോണം, എന്നാലേ സീറ്റ് കിട്ടുകയുള്ളൂ. ഫ്രണ്ടിൽ ലേഡീസിനും ബാക്കിൽ ജെൻസിനുമാണ്. എനിവേ നമ്മൾ ലേഡീസ് ബാക്കിൽ പോയിരുന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് എണീപ്പിക്കും. അപ്പോൾ ചാടി കയറിയൊക്കെ വെറുതെ ആയിപ്പോകും. അതുകൊണ്ട് ഫ്രണ്ടിൽ തന്നെ പോയിരുന്നോളൂ ലേഡീസ്. ജെൻസ് ആണെങ്കിലും ബാക്കിൽ തന്നെ പോയിരുന്നോളൂ. എന്നിട്ട് വേഗം ചാടി കയറി കഴിഞ്ഞാൽ ഒരു 1.5 മണിക്കൂർ 1 മണിക്കൂർ എന്തായാലും ഉണ്ട്. ബ്ലോക്കൊക്കെ വന്നു കഴിഞ്ഞാൽ 1.5 മണിക്കൂർ ഉണ്ട് ഇഷ ആദിയോഗിയിലേക്ക്. ബസ്സിൽ യാത്ര പോകുന്നതും നല്ല എക്സ്പീരിയൻസ് ആണ് കേട്ടോ. കാഴ്ചകളൊക്കെ ബസ് ഇറങ്ങി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു 200 മീറ്റർ അങ്ങ് നടക്കാനുണ്ട് നമ്മളെ ഈ സ്റ്റാച്യു ഒക്കെ കാണുന്ന സ്ഥലത്തേക്ക്. ഞാൻ കാളവണ്ടിയാണ് ചൂസ് ചെയ്തത്. 10 രൂപയാണ് കാളവണ്ടിയിൽ ചാർജ് വരുന്നത്. 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പുതിയ എക്സ്പീരിയൻസ് ആണല്ലോ. അങ്ങനെ കാളവണ്ടിയിലാണ് പോയത്. നല്ല വെയിലായിരുന്നു കേട്ടോ ഇവിടെ. ചുറ്റും മലകളാണ്, നടുക്കാണ് ഈ സ്റ്റാച്യു ഇരിക്കുന്നത്. ഞാൻ ആദ്യം പോയത് സ്റ്റാച്യു കാണാനാണ്. എനിക്ക് യോഗ സെൻറ്ററിൽ കൂടെ പോകാനുണ്ട്. യോഗ സെൻറ്ററിലേക്ക് ഫോണൊന്നും അലൗഡ് അല്ല. ഫോണ്, ബാഗ്, ചപ്പൽ ഈ കാര്യങ്ങളൊന്നും അവിടേക്ക് അലൗഡ് അല്ല. കുറേ യൂട്യൂബ് വീഡിയോസൊക്കെ തന്നെ റിസർച്ച് ചെയ്തിട്ടാട്ടോ ഇവിടെ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഓൾറെഡി അറിയാം എങ്ങനെയൊക്കെ പോകണം എന്നുള്ളത്. അങ്ങനെ ഞാൻ ആദ്യം ഈ ഒരു കാളവണ്ടി എക്സ്പീരിയൻസ് ചെയ്തു. സ്റ്റാച്യൂൻ്റെ ഇവിടെ പോയി. പകലെ ഇവിടുന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ കഴിയുള്ളൂ. അങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കാനായിട്ടാണ് ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. വാവ്, നമ്മളിങ്ങനെ ഓരോ പ്ലാനിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ആ ഒരു സ്ഥലത്തിനെ കുറിച്ച് നമുക്കൊരു ഇമാജിനേഷൻ ഉണ്ടാവുമല്ലോ. നമ്മുടെ മനസ്സിലൊരു ഇമാജിനേഷൻ. ആ ഒരു സംഭവമൊക്കെ ഡയറക്റ്റ് ഇങ്ങനെ കാണുമ്പം ഭയങ്കര സന്തോഷമാണ്. ഇവിടെ എത്തി ഫോട്ടോസ് എടുക്കണം, വീഡിയോസ് എടുക്കണം എന്നൊക്കെ ആഗ്രഹിക്കുമ്പോഴാണ് ശരിക്കും ഒരു ട്രൈപോഡ് അത്യാവശ്യമായിരുന്നു എന്ന് ഞാൻ ആലോചിച്ചത്. ഞാൻ ഈ ട്രൈപോഡൊന്നും മേടിച്ചിട്ടില്ല. കാരണം നമ്മളെപ്പോഴും പോകുമ്പം ഫോട്ടോ എടുത്തു തരാനൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ. പിന്നെ നമ്മൾ മലയാളീസിനെയൊക്കെ കാണുമ്പോൾ ഒരു ഫോട്ടോ എടുത്തരാമോ, ഒരു വീഡിയോ എടുത്തരാമോ. ബോയ്സൊക്കെ ആണെന്ന് വെച്ചാൽ എന്തായാലും ഓക്കെ പറയും. ചിലവരാണെങ്കിൽ ടൈമില്ല, അതേ കൂടെ വന്നവരുണ്ട്, അങ്ങോട്ട് പോവാണ്, അങ്ങനെയൊക്കെ ഓരോ ഇതൊക്കെ ഉണ്ടാവും. അങ്ങനെ ഞാൻ ബാഗൊക്കെ ചാരി വെച്ചിട്ടായാലും താഴെ വെച്ചിട്ടൊക്കെ ഇങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. എനിക്ക് റീൽ ഇടാനുള്ളതും സ്റ്റാറ്റസ് ഇടാനുള്ളതും കിട്ടിയിട്ടുണ്ട്. അത്രയൊക്കെ ഉള്ളൂ. പിന്നെ അത്ര ക്ലിയറായിട്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും കിട്ടിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ വേറൊരാൾ, നമുക്കറിയാത്ത ഒരാൾ വീഡിയോ എടുത്ത് തരുമ്പോൾ നമുക്ക് അത്ര പെർഫോം ചെയ്യാൻ പറ്റില്ല ഗൈസ്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് ഫോട്ടോസും വീഡിയോസും എടുക്കാൻ പറ്റുള്ളൂ. മെയിൻ സ്ഥലം ഇരിക്കുന്നത് ആദിയോഗിയുടെ യോഗ സെൻറ്ററാണ്. അവിടേക്ക് ഫോണും പേഴ്സും ചപ്പലും ഒന്നും അലൗഡ് അല്ല. അത് ബാഗും കാര്യങ്ങളൊക്കെ ഒരു സ്ഥലത്ത് പുറത്ത് വെച്ചിട്ടാണ് അതിൻ്റെ അകത്തേക്ക് കയറുന്നത്. അവിടെ കയറി അവിടെ പ്രാർത്ഥിക്കാനും അവിടെ കുറേ നേരം ഇരിക്കാനും നമുക്ക് പീസ്ഫുള്ളായിട്ട് ഇരിക്കാനും പിന്നെ അവിടെ ഉള്ളിൽ കുറേ കാര്യങ്ങളുണ്ട്. എന്തായാലും നിങ്ങൾ ഇവിടെ വരുന്ന സമയത്ത് യോഗ സെൻറ്റർ കൂടെ എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. മെഡിറ്റേഷൻ ഉണ്ട്. 15 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ കയറുന്നുണ്ട്. പിന്നെ അവിടെ സ്നാനം ചെയ്യാനുള്ള സ്ഥലമുണ്ട്. സ്നാനം ചെയ്യാനൊന്നും എനിക്ക് പറ്റിയില്ല. കാരണം ഞാൻ അതൊന്നും പ്ലാൻ ചെയ്ത് വന്നതല്ല, ഒറ്റയ്ക്ക് കൂടിയല്ലേ വന്നിരിക്കുന്നത്.
മെഡിറ്റേഷനൊക്കെ ചെയ്തു. കുറേ നേരം അവിടെ ഇരുന്നു. പീസ്ഫുള്ളായിട്ട് ഇരിക്കാനൊക്കെ പറ്റി നല്ല സ്ഥലമാണ്. ആദ്യത്തിൽ മെയിനായിട്ട് എല്ലാവരും വരുന്ന ഈ ലൈറ്റിനിങ് ഷോ കാണാനാണ് കേട്ടോ രാത്രി. എന്തായാലും ലൈറ്റിനിങ് ഷോ നിങ്ങൾ മിസ് ചെയ്യരുത്. അതുപോലെ തന്നെ ഞാൻ പറയാനുള്ളത് യോഗ സെൻറ്ററും മിസ് ചെയ്യരുത്. എന്തായാലും അവിടെ കയറണം. ഫോണൊക്കെ പുറത്ത് വെച്ചിട്ട് കയറാൻ എനിക്ക് കുറച്ച് മടിയുണ്ടായി. കാരണം ഞാൻ ഒറ്റയ്ക്കാണ് വന്നിരിക്കുന്നത്, വീട്ടിൽ നിന്നൊക്കെ വിളിക്കും. അപ്പം ഞാൻ വീട്ടിലൊക്കെ എല്ലാവരോടും പറഞ്ഞു, വോയിസ് ഓവറൊക്കെ അയച്ചു, ഞാൻ ഫോണൊക്കെ പുറത്ത് വെച്ചിട്ട് കയറുവാണ് എന്നുള്ളതൊക്കെ. അങ്ങനെ എല്ലാവരെയും ഇൻഫോം ചെയ്തിട്ട് നിങ്ങളും കയറണം എന്തായാലും ആ യോഗ സെൻറ്ററിൻ്റെ ഉള്ളിൽ. അതൊരു നല്ല എക്സ്പീരിയൻസ് ആണ് അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ. ഇവിടുത്തെ രാത്രിയിലുള്ള ലൈറ്റനിങ് ഷോ ആണ് ഇപ്പോൾ ഞാൻ വീഡിയോയിൽ ഇട്ടിരിക്കുന്നത്. ഇത് കുറച്ച് പീസ്ഫുള്ളായിട്ട് കണ്ടിരിക്കാൻ പറ്റിയൊരു കാര്യം തന്നെയാണ്. ഇത് കഴിഞ്ഞ് ലാസ്റ്റ് ബസ് ഒരു 9 മണി വരെയാണ് കേട്ടോ ഈ ഇഷയെന്നുള്ളത്. ലാസ്റ്റ് ബസ്സിലും ഇതുപോലെ തന്നെ നമ്മൾ വന്ന പോലെ തന്നെ ചാടി കയറിക്കോണം. അത്രയും ദൂരം പോകാനുള്ളതാണ്, സീറ്റ് കിട്ടണം. 7 മണി തുടങ്ങി 8 മണി വരെ 1 അവർ കറക്റ്റായില്ല. ഒരു 3/4 മണിക്കൂറൊക്കെ ഈ ലൈറ്റിംഗ് ഷോ ഉള്ളൂ. അത് കഴിഞ്ഞ് നിങ്ങൾ വേഗം പോയിക്കോളൂ ബസ് കയറാനായിട്ട്. ബസ് കയറി കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ വന്നതുപോലെ തന്നെ കുറേ ട്രെയിൻ ഉണ്ട് എറണാകുളത്തേക്ക്. ട്രെയിൻ കയറി വേഗം പോകാവുന്നതാണ്. ഒരു ഏർലി മോർണിംഗ് തിരിച്ച് അവിടെ എത്തും. സ്റ്റേയും കാര്യങ്ങളൊന്നും ഇതിൽ പ്ലാൻ ചെയ്യാനില്ല ആദിയോഗി പ്ലാനിൽ. അത്രയൊക്കെയുള്ളൂ ഗൈസ്. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾ ഈ ലൈറ്റിംഗ് ഷോ ഒക്കെ മുഴുവൻ കാണണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. എല്ലാവരുടെ സപ്പോർട്ടും ഉണ്ടാവണം. ഓക്കെ ഗൈസ്.
us, Adiyogi said, just drink of me, which drove them into intoxicated raptures.